മരിച്ചാൽ ക്രിസ്തുവിനായി. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ സത്യദൈവവും നിത്യജീവനുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ. കഴിഞ്ഞ മാസം ആന്ധ്രാപ്രദേശിൽ കോളേജ് അധ്യാപകരായ മാതാപിതാക്കൾ അവരുടെ 2 പെൺമക്കളെ നരബലി നടത്തിയപ്പോഴും ഇപ്പോൾ ഈ അടുത്ത് പാലക്കാട് മദ്രസാധ്യാപികയായ മാതാവ് 6 വയസ്സുള്ള തൻ്റെ മകനെ അള്ളാഹുവിൻ്റെ കൽപ്പനയാലാണെന്ന് പറഞ്ഞ് ബലിയർപ്പിച്ചപ്പോഴും ബുദ്ധിയും ബോധവും വിവരവും ചിന്താശേഷിയും 7 അയലത്തുകൂടി പോയിട്ടില്ലാത്ത കേരളത്തിലെ നാസ്തിക മതക്കാർ ബൈബിളിനെയാണ് കല്ലെറിയാൻ നിന്നത്. നാസ്തികർക്കെതിരെ വീഡിയോ ചെയ്ത് സമയം കളയരുത് എന്ന് വിചാരിച്ചാലും ഇവർ നമ്മളെ കൊണ്ട് വീഡിയോ ചെയ്യിച്ചേ അടങ്ങും എന്നതാണ് അവസ്ഥ. നാസ്തികരുടെ ചില പോസ്റ്റുകൾ നമുക്ക് നോക്കാം. ഇത് സൽമാൻ ഹബീബ് എന്ന ഫേക്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന നാസ്തികൻ പറയുന്നതാണ്. ഇബ്രാഹിം നബി മകൻ ഇസ്മായേലിനെ തൻ്റെ ആകാശ ദൈവത്തിന് ബലി കൊടുക്കാൻ പോയതും ആന്ധ്രാക്കാർ മകളെ തലക്കടിച്ചു കൊന്നതും ഒരേ ഗ്രേഡിലുള്ള അന്ധവിശ്വാസം തന്നെയല്ലേ? ക്രിസ്ത്യാനികൾ ഞെളിയേണ്ട ഈ കഥ മുഹമ്മദ് ബൈബിളിൽ നിന്നും ചൂണ്ടിയതാണ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബൈബിളിലുള്ളത് എന്താണെന്നതിനെക്കുറിച്ച് ഇവനൊന്നും ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ല, ചുമ്മാ കിടന്നങ്ങ് തള്ളുകയാണ്. ഇനി നമുക്ക് അടുത്തത് സജീവ് പട്ടത്ത് എന്ന നിരീശ്വരവാദിയുടെ പോസ്റ്റാണ്. ആ ചങ്ങാതി പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് സ്വപുത്രനെ ബലി കഴിച്ച ഒരു സ്ത്രീയെ നിങ്ങൾ മാനസിക രോഗിയാക്കി. യഹൂദന്മാരുടെ മതപുസ്തകമായ തോറയിൽ ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് അബ്രഹാം സ്വപുത്രനെ ബലി കഴിക്കാൻ കൊണ്ടുപോയി. ഇത് കോപ്പിയടിച്ച ബൈബിളിലും ഖുറാനിലും ഇത് തന്നെ പറയുന്നു. അപ്പോൾ അബ്രഹാം ഒരു മാനസിക രോഗിയായിരുന്നോ? തോറ എന്താണ്, ബൈബിൾ എന്താണ്, കോപ്പിയടി എന്നാൽ എന്താണെന്നൊന്നും യാതൊരു പിടിയും ഈ നാസ്തിക മതക്കാരനില്ല. ഇവൻ്റെ തന്നെ വേറൊരു പോസ്റ്റും ഉണ്ട്, അത് നമുക്ക് നോക്കാം. ചതിച്ചത് ദൈവം തന്നെ. അബ്രഹാം സ്വപുത്രനെ ബലി നൽകുമ്പോൾ പ്രത്യക്ഷപ്പെട്ട ദൈവം ആ സ്ത്രീയോട് പ്രത്യക്ഷപ്പെടാതെ ഇരുന്നത് വലിയ ചതിയായിപ്പോയി എന്നാണ് ആ പോസ്റ്റിൽ അവൻ പറയുന്നത്. അടുത്തത് രാകേഷ് രാധാകൃഷ്ണൻ എന്ന നാസ്തികൻ്റെ പോസ്റ്റാണ്. സത്യത്തിൽ ദൈവപ്രീതിക്ക് മകനെ ബലി കൊടുത്ത ഇവരല്ലേ ശരിയായ ദൈവവിശ്വാസി? ഇബ്രാഹിം നബിക്ക് അല്ലെങ്കിൽ അബ്രഹാമിന് സ്വന്തം മകനെ ബലി കൊടുക്കാൻ വെളിപാട് ദൈവം നൽകിയത് വിശ്വസിക്കാമെങ്കിൽ ഖുർആൻ 37:99 മുതൽ 112 വരെ, ബൈബിൾ ഉൽപ്പത്തി 22:2. വിശ്വാസികൾക്ക് ഇതും വിശ്വസിക്കാൻ കഴിയണം. സാത്താനായ നിങ്ങളുടെ ഉള്ളിലെ യുക്തിബോധം എടുത്തു കളഞ്ഞ് ശരിയായ വിശ്വാസിയാകുക. ഷാഹിദയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സാത്താനായ നിങ്ങളുടെ ഉള്ളിലെ യുക്തിബോധം എടുത്തു കളയാനാണ് ഇവൻ പറയുന്നത്. ഈ യുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്താനാണെന്നാണ് ഇവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാണ്? ഇവരൊക്കെ പറയുന്ന യുക്തിവാദം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, റാഷണലിസം. അതിൻ്റെ പിതാവ് ആരാണെന്നൊന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഹു ഇസ് ദ ഫാദർ ഓഫ് റാഷണലിസം എന്ന് ഗൂഗിൾ ചെയ്താൽ മതി. റെനെ ദെക്കാർത്തെ എന്ന് പറഞ്ഞൊരു പേര് വരും. ആരാണ് റെനെ ദെക്കാർത്തെ എന്ന് വല്ല പിടിയുണ്ടോ നാസ്തികരെ നിങ്ങൾക്ക്? റെനെ ദെക്കാർത്തെ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയായിരുന്നു, തിയോളജിയനായിരുന്നു, ഫിലോസഫറായിരുന്നു, ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റായിരുന്നു. മനസ്സിലായ? ദൈവവചനമായ ബൈബിളിനെ യുക്തി കൊണ്ട് തെളിയിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ അപ്പോളജിസ്റ്റായിരുന്ന റെനെ ദെക്കാർത്തെ റാഷണലിസം എന്ന് പറയുന്ന പുതിയ ഒരു ചിന്താധാര ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെ. അപ്പോൾ ഒരു ക്രിസ്ത്യാനി, ഒരു അപ്പോളജിസ്റ്റ് അടിത്തറയിട്ട യുക്തിവാദം എന്ന് പറയുന്ന ചിന്താധാരയിൽ നിൽക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർ നിരീശ്വരവാദികൾ പറയുന്നത് യുക്തിബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യുക്തിചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാത്താനാണെന്നാണ് നിരീശ്വരവാദികളുടെ ഒരു സ്ഥിതിയെ. ഇനി ഇബ്നു ബത്തൂത്ത എന്ന ഫേക്ക് പ്രൊഫൈൽ ഉപയോഗിക്കുന്ന നാസ്തിക വിശ്വാസി പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം ആ കുഞ്ഞിനെ ബലി നൽകാൻ പറഞ്ഞിട്ടില്ല എന്ന് വിശ്വാസികൾക്ക് എന്താണ് ഇത്ര ഉറപ്പ്? ഇതാണ് ഇബ്നു ബത്തൂത്ത ചോദിക്കുന്നത്. ഈ കമൻറ്റ് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അള്ളാഹു എന്നും മുസ്ലിങ്ങളെന്നും ഉപയോഗിക്കാതെ മനഃപൂർവ്വം ദൈവം എന്നും വിശ്വാസികളെന്നും ഉപയോഗിച്ചിരിക്കുകയാണ്. അള്ളാഹു എന്നും മുസ്ലിങ്ങളെന്നും പറയാനുള്ള ധൈര്യം പോലും ഇവന്മാർക്കില്ല. ഇതേ കാറ്റഗറിയിൽ തന്നെയുള്ള ഒരു പോസ്റ്റ് കൂടി ഞാൻ കാണിക്കാം. ഇത് വിവേക് വി വാവ എന്നൊരുത്തനാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇവൻ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടായിരുന്നു. ഈ പോസ്റ്റിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം പിന്നെ ഞാൻ ഇവനെ അൺഫ്രണ്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അവൻ്റെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്:
മതഗ്രന്ഥങ്ങളിലെ പുണ്യാളന്മാർ ചെയ്താൽ ത്യാഗം, ഭക്തി എന്നൊക്കെ പറയുന്ന വിശ്വാസികൾ അതേ കാര്യം ഇന്നുള്ളവർ ചെയ്യുമ്പോൾ അവരെ മനോരോഗിയാക്കി ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഭൂരിഭാഗം വിശ്വാസികളും മതം നേർപ്പിച്ചുപയോഗിക്കുമ്പോൾ ചിലർ മതത്തെ അതിൻ്റെ സകല പൂർണ്ണതയോടെയും ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്തരം ക്രൂരതകൾ നടക്കുന്നു. ഷാഹിദ 6-ാം നൂറ്റാണ്ടിലാണ് ഈ ക്രൂരത ചെയ്തതെങ്കിൽ ഇബ്രാഹീമിനെ പോലെ അവരിന്ന് വാഴ്ത്തപ്പെടുമായിരുന്നു. ഇതാണ് പോസ്റ്റ്. അപ്പോൾ ഈ പോസ്റ്റിൽ ഇസ്ലാം എന്നൊരു വാക്ക് പോലും പറയാനുള്ള ധൈര്യം ഈ വിവേക് വി വാവ എന്ന് പറയുന്നവനില്ല. ഇസ്ലാമിനൊരു പ്രശ്നം വരുമ്പോൾ അന്നേരം ഇവന്മാരെ പോലെയുള്ളവർ വന്ന് എല്ലാ മതങ്ങളെയും കുറ്റം പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടും. മതങ്ങളെല്ലാം കൊള്ളരുതാത്തതാണ്, മതഗ്രന്ഥങ്ങളെല്ലാം അഗ്നിക്കിരയാക്കണം, എങ്കിലേ അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത്തരം പോസ്റ്റുകളിൽ ഇസ്ലാം എന്നോ അള്ളാഹു എന്നോ ഖുർആൻ എന്നോ മുഹമ്മദ് എന്നോ എന്നുള്ള വാക്കുകൾ ഒരിക്കലും നിങ്ങൾ കാണുകയില്ല. പകരം മതമെന്നും ദൈവമെന്നും മതഗ്രന്ഥമെന്നും മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഇസ്ലാം മതത്തിനും അള്ളാഹുവിനും ഖുർആനിനും നേർക്ക് മാത്രം ചൂണ്ടപ്പെടേണ്ട വിരലുകൾ പിന്നെ ലോകത്തുള്ള സകല മതങ്ങൾക്കും ആ മതങ്ങളിലെ ദൈവങ്ങൾക്കും ആ മതങ്ങളിലെ ഗ്രന്ഥങ്ങൾക്കും നേരെ തിരിയും. അങ്ങനെ നൈസായിട്ട് ഇസ്ലാം അങ്ങ് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. ഇസ്ലാം മാത്രം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു പ്രശ്നം വരുമ്പോൾ, ഇസ്ലാമിന് മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നം വരുമ്പോൾ, ഖുർആനും മറ്റ് ഇസ്ലാമിക പ്രമാണങ്ങളും മാത്രം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ചർച്ച ആ പോയിന്റിൽ നിന്ന് വഴിതിരിച്ച് എല്ലാ മതങ്ങളും കൊള്ളരുതാത്തതാണെന്ന് വരുത്തി തീർക്കാനും മതഗ്രന്ഥങ്ങളെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടവയാണെന്നും പറഞ്ഞ് ഇസ്ലാമിനോടൊപ്പം മറ്റ് മതങ്ങളെയും പ്രതിക്കൂട്ടിൽ നിർത്തി ഇസ്ലാമിനെ രക്ഷിച്ചെടുക്കാൻ ഇവരെ പോലെയുള്ളവർ കാട്ടിക്കൂട്ടുന്ന വ്യഗ്രത കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാം മതം വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഹിന്ദു മതത്തെയും ക്രിസ്തു മതത്തെയും യഹൂദ മതത്തെയും ഇട്ടുകൊടുത്ത് ആക്രമണം ഇസ്ലാം മതത്തിന് നേരെ മാത്രമാകാതിരിക്കാൻ ജിഹാദികൾ ഫണ്ട് നല്ലോണം ഇറക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ സജീവമായതിനു ശേഷം മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഫണ്ട് നല്ലോണം ഇറക്കുന്നുണ്ട് ദാവാക്കാർ. അതിൻ്റെ അനന്തരഫലമാണ് ഇത്തരം പോസ്റ്റുകൾ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, ലോകത്തിൽ നിന്ന് ഇസ്ലാം അല്ലാതെ വേറെ ഏത് മതമാണ് അതിലെ പ്രവാചകനെ അല്ലെങ്കിൽ അവതാരത്തെ നിന്ദിച്ചു എന്നും പറഞ്ഞ് ബ്രോയിലർ കോഴികളുടെ കഴുത്ത് കണ്ടിക്കുന്നത് പോലെ മനുഷ്യരുടെ തലയിറക്കുന്നത്? ഇന്ന് ഏത് മതമാണ് അവരുടെ മതഗ്രന്ഥത്തെ അപമാനിച്ചു എന്നും പറഞ്ഞ് തെരുവുകൾ തോറും കലാപം ഉണ്ടാക്കുന്നത്? ഇന്ന് ഏത് മതമാണ് അവരുടെ മതഗ്രന്ഥങ്ങളിൽ അവരുടെ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൊതുവേദിയിൽ വെച്ച് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അവനെതിരെ കേസ് കൊടുക്കുന്നത്? ഇന്ന് ഏത് മതമാണ് അവരുടെ മതത്തിൽ വിശ്വസിക്കാത്തവരെ വെടിവെച്ചും ബോംബിട്ടും കൊല്ലുന്നത്? ഇന്ന് ഏത് മതമാണ് അവരുടെ മതത്തിൽ വിശ്വസിക്കാത്തവർക്ക് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളുടെ കെട്ടിടങ്ങളിലേക്ക് വിമാനങ്ങൾ ഇടിച്ചു കയറ്റി നിരപരാധികളെ കൊല്ലുകയും ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തകർക്കുകയും ചെയ്യുന്നത്? ഇന്ന് ഏത് മതമാണ് അവരുടെ മതത്തിൽ വിശ്വസിക്കാത്തവരുടെ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായി കുടിയേറിച്ചെന്ന് അവിടെയുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും അവിടെയുള്ള സംസ്കാരം ഇല്ലാതാക്കി അറബി സംസ്കാരം അല്ലെങ്കിൽ ഇസ്ലാം സംസ്കാരം അവിടെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നത്? ഒരേ ഒരു മതം മാത്രമേ ഉള്ളൂ, ഇസ്ലാം മതം മാത്രം. വേറെ ഒരു മതക്കാരും അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ ഇവന്മാരെ പോലെയുള്ളവർ അത് പറയില്ല, ഇവരെ പോലെയുള്ള നാസ്തികരത് പറയില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മറ്റ് മതങ്ങൾ ചെയ്ത കാര്യം പറഞ്ഞ് അന്നത്തെ കാര്യങ്ങൾ ഈ 21-ാം നൂറ്റാണ്ടിലും ചെയ്യുന്ന ഇസ്ലാം മതത്തിനെ രക്ഷപ്പെടുത്തിയെടുക്കും. ഞാൻ പറഞ്ഞ മതങ്ങളെല്ലാം കൊള്ളരുതായ്മകൾ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് നിഷേധിക്കാനൊന്നും പറ്റുകയില്ല. എല്ലാ മതങ്ങൾക്കും ഇരുണ്ട ഭൂതകാലമുണ്ട്, അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ഭാവിയിൽ ഇങ്ങനെയുള്ള ആ ഇരുണ്ട പ്രവൃത്തികൾ ഈ മതങ്ങളിൽ നിന്നൊക്കെ വരാതിരിക്കണമെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ജാഗ്രതയുള്ളവരായിരുന്നാലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതിലൊന്നും എനിക്ക് ഒരു എതിർപ്പുമില്ല, ഒരു സംശയവും ഇല്ല. പക്ഷേ അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇസ്ലാം മതം ഒരു പ്രശ്നത്തിൽപ്പെട്ട് നിൽക്കുമ്പോൾ മാത്രമാകരുത്. ഇസ്ലാമിനൊരു ബുദ്ധിമുട്ട് വന്ന് അല്ലെങ്കിൽ ഒരു ടെറർ അറ്റാക്ക് നടന്നു, ഇപ്പോൾ ഈസ്റ്റർ ആക്രമണം ശ്രീലങ്കയിൽ ഈസ്റ്റർ ആക്രമണം നടക്കുമ്പോൾ ആ സമയത്ത് ഇസ്ലാം പ്രതിക്കൂട്ടിലാകുമ്പോൾ മതങ്ങളെല്ലാം കൊള്ളരുതാത്തതാണ് എന്നും പറഞ്ഞ് ചർച്ച വരരുത്. അല്ലെങ്കിൽ നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ കൊന്നുകളഞ്ഞ് അത് പ്രശ്നമായിട്ട് നിൽക്കുമ്പോൾ അന്നേരം ഇത് വരരുത്. അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് നിരപരാധികളായിരിക്കുന്ന യാസീദികളെയൊക്കെ കൊല്ലുകയും ലൈംഗിക അടിമകളായൊക്കെ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്ന് അതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നതിനിടയിൽ എല്ലാ മതങ്ങളും കൊള്ളരുതാത്താണെന്നും പറഞ്ഞ് നിങ്ങൾ വന്നേക്കരുത്. നട്ടെല്ലില്ലായ്മയാണത്, നട്ടെല്ലില്ലായ്മ എന്ന് മാത്രമേ പറയാനുള്ളൂ. അതൊക്കെ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഒരു ബോംബാക്രമണം നടത്തുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നിരപരാധികളായ അമുസ്ലിങ്ങളെ വെടിവെച്ച് കൊല്ലുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ബാംഗ്ലൂരിലെയും ലണ്ടനിലെയും പാരീസിലെയും സ്വീഡനിലെയും തെരുവുകൾ അഗ്നിക്കിരയാക്കുമ്പോൾ മാത്രം ഈ നിരീശ്വരവാദികളെല്ലാം ഇവിടെ വന്ന് ഫേസ്ബുക്കിലൊക്കെ വന്ന് മതങ്ങളെല്ലാം കൊള്ളരുതാത്തതാണെന്നും പറഞ്ഞ് പോസ്റ്റുകൾ ഇടുന്നത്?
അതിൻ്റെ പുറകിൽ അജണ്ട എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകില്ലെന്നാണോ നിങ്ങളൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത്? ആണോ? ഇസ്ലാമിനുണ്ടായ ഡാമേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ദാവാക്കാരുടെ കൂലിക്കാരായിട്ടാണ് ഇവന്മാർ വരുന്നത്. ഞാനിത് ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ല, കാലം കുറേയായി ഇതൊക്കെ ഇങ്ങനെ കാണുന്നത്. നിരീശ്വരവാദികളായിട്ട് നടക്കും, പക്ഷേ ഇസ്ലാമിനൊരു പ്രശ്നം വരുന്ന സമയത്ത് മാത്രം എല്ലാ മതങ്ങളും കൊള്ളരുതാത്തതാണെന്നും പറഞ്ഞ് ഇവന്മാർ വരും. പാലക്കാട്ടെ മദ്രസാധ്യാപികയായ ഷാഹിദ സ്വന്തം മകൻ്റെ കഴുത്തറുത്ത് അവൻ അള്ളാഹുവിന് ബലിയർപ്പിച്ച വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ ഈ ടൈപ്പ് നിരീശ്വരവാദികളുടെ പോസ്റ്റുകളെല്ലാം ബൈബിളിനെതിരെയാണ്. ഫേസ്ബുക്കിനകത്ത് കുറേ പോസ്റ്റുകൾ ഞാൻ കണ്ടു. ബൈബിളിൽ അബ്രഹാമിനോട് തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് മദ്രസ അധ്യാപികയും പിന്നെ ആന്ധ്രയിലെ മാതാപിതാക്കളും ഒക്കെ നരബലികൾ നടത്തുന്നതെന്നാണ് നാസ്തിക മതക്കാരുടെ വാദം. അതാണ് അവർ പറയുന്നത്. ഇവരുടെ ഈ വാദം സത്യമാണെങ്കിൽ ഇന്ന് ലോകത്ത് നരബലി നടത്തേണ്ടത് യഹൂദന്മാരും ക്രിസ്ത്യാനികളും ആയിരിക്കണ്ടേ? കാരണം അവരുടെ പുസ്തകമാണല്ലോ ഇത്. അപ്പോൾ അവരല്ലേ നരബലി നടത്തേണ്ടത്. പക്ഷെ അവരുടെ ഇടയിൽ ഇങ്ങനൊരു സംഭവമേ ഇല്ല, ഇങ്ങനൊരു കാര്യമേ ഇല്ല. അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ. ആന്ധ്രാപ്രദേശിലെ നരബലിയുടെ പേരിൽ ഹിന്ദു മതത്തെയോ പാലക്കാട്ടെ നരബലിയുടെ പേരിൽ ഇസ്ലാം മതത്തെയോ വിമർശിക്കാൻ ചെന്നാൽ യഥാക്രമം സംഘികളും ജിഹാദികളും ഇവന്മാരെ പഞ്ഞിക്കിടും. ഇത് ഈ നാസ്തിക ശിങ്കങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം. അടിക്കുക അന്തകനും പേടിക്കുന്നല്ലേ ചൊല്ല്. അപ്പോൾ പിന്നെ വെറും നാസ്തിക മതവിശ്വാസികളുടെ കാര്യം പറയണോ? അവരെത്രയധികം പേടിക്കും. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യാണ്? അടി കിട്ടാതെ തടി കേടാകാതെ ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കുറ്റം മുഴുവൻ ബൈബിളിൻ്റെ മേൽ ചാരിക്കൊണ്ട് വിമർശിച്ചാൽ മതി. ഒരു കുഴപ്പമില്ല. പ്രതികരണത്തിന് പ്രതികരണവുമായി, വിമർശനത്തിന് വിമർശനവുമായി. തടിക്കാണെങ്കിൽ ഒരു കേടും പറ്റുകയില്ല, പോക്കറ്റിലേക്ക് അത്യാവശ്യം ഫണ്ട് വരികയും ചെയ്യും. എല്ലാം കൊണ്ടും ലാഭമുള്ള പരിപാടി തന്നെ, എല്ലാം കൊണ്ടും ലാഭമുള്ളതാണ്. പിന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വേറൊരു കാര്യം കൂടിയുണ്ട്. അത് ഈ പോക്കറ്റിലേക്ക് ഫണ്ട് വരാൻ വേണ്ടിയിട്ടൊന്നുമല്ല. സർക്കാർ ജോലിയിലിരിക്കുന്ന നാസ്തിക മതക്കാരുണ്ടല്ലോ, പ്രത്യേകിച്ച് എക്സ് ക്രിസ്ത്യൻസ്, അവരാണ് ഈ നട്ടലില്ലായ്മ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. കാരണം സർക്കാർ സർവീസിൽ ഇരിക്കുന്നിടത്തോളം കാലം ഏതെങ്കിലും മതത്തിനെതിരായി വിമർശനം ഉന്നയിക്കാനോ പക്ഷപാതപരമായി പെരുമാറാനോ പാടില്ല എന്ന് സർവീസ് ചട്ടം ഉള്ളതുകൊണ്ട് ഇസ്ലാമിനോ ഹിന്ദു മതത്തിനോ എതിരെ ഇവരുടെ നാവ് പൊങ്ങുകയില്ല, ഒരിക്കലും പൊങ്ങുകയില്ല. പരാതിപ്പെട്ടാൽ സസ്പെൻഷനോ അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറോ കിട്ടും, അത് ഇവർക്കറിയാം. എന്നാൽ ക്രിസ്ത്യാനികൾക്കെതിരെ എന്ത് പറഞ്ഞാലും അവർ പരാതിപ്പെടാനൊന്നും പോകില്ലെന്ന് ഇവന്മാർക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ പുറത്ത് ഇവർ എന്ത് ചെയ്യാണ്? സസ്പെൻഷനോ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറോ കിട്ടുമെന്നുള്ള പേടിയൊന്നും ഇല്ലാതെ ബൈബിളിനെതിരെ ഇവർ കല്ലെറിയും, ക്രിസ്ത്യാനികളെ കുറ്റം പറയും, ക്രിസ്തുവിനെ ചീത്ത വിളിക്കും. എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സായിരിക്കുന്ന ചില സർക്കാർ ജോലിക്കാരായ നാസ്തികരെ കുറേ നാളായി ഈ കാര്യത്തിൽ ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ക്രിസ്തുമതം ഉപേക്ഷിച്ച് നാസ്തിക മതത്തിൽ ചേർന്ന് ഡിങ്കനാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരെ. ആശയപരമായ എന്തെങ്കിലും വിഷയത്തിൻ്റെ പേരിലല്ല, വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിൽ ക്രിസ്തുമതം ഉപേക്ഷിച്ച് പോയവരാണ് ഇതിൽ ഭൂരിഭാഗവും. ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ എന്ത് തെറ്റ് ചെയ്താലും വിമർശനം മുഴുവൻ ബൈബിളിനും ക്രിസ്ത്യാനികൾക്കും നേരെയാക്കാൻ ഇക്കൂട്ടർക്ക് പ്രത്യേകമായൊരു കഴിവാണ്. അതിലിവർ ഭയങ്കര അത്യുത്സാഹം കാണിക്കുന്നത് കാണാം. നട്ടെല്ലെന്ന് പറയുന്ന സാധനം ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെയുള്ളവരെയൊക്കെ ഇപ്പം ഞാൻ ഫേസ്ബുക്കിൽ അൺഫ്രണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പേരെ ഞാനിപ്പോൾ അങ്ങനെ അൺഫ്രണ്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം, നരബലി ബൈബിളിലുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ. കാരണം ഇങ്ങനെയുള്ളവർ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ടെങ്കിൽ വെറുതെ നമുക്ക് സമയനഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അല്ലാണ്ട് വേറൊരു ലാഭവുമില്ല. ഇവന്മാർ വെറുതെ നമ്മളെ ചൊറിയാൻ വേണ്ടി അവിടെ ഇവിടെ ഉണ്ടാകുകയെന്ന് കാണാം. അപ്പോൾ നമ്മൾ വേറെ വല്ല തിരക്കായിരിക്കും. ഇപ്പോൾ ഒരു വീഡിയോയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി കൊണ്ടിരിക്കുകയായിരിക്കും. നാളെ ആ വീഡിയോ ഇറക്കാം, ഇന്ന് സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയിട്ട് ഇന്ന് രാത്രി റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ നാളെ റെക്കോർഡ് ചെയ്ത് നാളെ തന്നെ ഇറക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ തിരക്കിലിരിക്കുമ്പോഴാണ് നമുക്ക് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇതാകാൻ വേണ്ടി നമ്മൾ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു എവിഡൻസ് എടുക്കാൻ വേണ്ടി ആ സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാമെന്ന് കരുതി നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഇവന്മാർ ടാഗ് ചെയ്ത് വിളിക്കുന്നത്, അല്ലേ വാ ഇതിന് മറുപടി പറഞ്ഞിട്ട് പോകുന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെയുള്ളവരൊക്കെ കാണുന്നവരെയൊക്കെ ഒഴിവാക്കുകയാണ്. കാരണം അനാവശ്യമാണ്, പാഴുകളാണ്. സത്യം പറഞ്ഞാൽ പാഴുകളെന്ന് തന്നെ ഇവരെയൊക്കെ വിളിക്കണം. ഏതായാലും നമുക്കിനി ഇവരുടെ ഈ വിമർശനത്തിലെ പൊള്ളത്തരം നോക്കാം. ഈ നരബലി, ബൈബിളിനകത്ത് നരബലി കൊടുക്കാൻ പറഞ്ഞു എന്ന് പറയുന്ന ഇവരുടെ ഈ വാദം ഉണ്ടല്ലോ, അതിൻ്റെ പൊള്ളത്തരം നമുക്ക് നോക്കാം. ഈ നരബലി എന്ന് പറയുന്ന സംഗതി പ്രാചീന കാലം മുതലേ മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്ന ഒന്നാണ്. ദേവപ്രീതിക്കായി സ്വന്തം മക്കളെയോ അല്ലെങ്കിൽ മറ്റ് മനുഷ്യരെയോ ബലി കൊടുക്കുന്നതിനെയാണ് നരബലി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കനാൻ ദേശത്ത് നരബലി സർവ്വസാധാരണമായിരുന്നു എന്ന് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ പറ്റും. അന്നത്തെ ജാതീയ ദേവന്മാരിൽ ഭൂരിപക്ഷവും നരബലി ആവശ്യപ്പെട്ടിരുന്നവരായിരുന്നു. എന്നാൽ പഴയ നിയമത്തിൽ യഹോവയായ ദൈവം നരബലി ആവശ്യപ്പെടുന്നുണ്ടോ? എവിടെയെങ്കിലും യഹോവ പറയുന്നുണ്ടോ മനുഷ്യന്മാരെ തനിക്ക് യാഗമർപ്പിക്കണമെന്ന്? അതായത് വേറെ ഏതെങ്കിലും മനുഷ്യന്മാരെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെയോ
അല്ലെങ്കിൽ സഹോദരനെയോ സഹോദരിയോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ബന്ധുക്കളാകാം, അല്ലെങ്കിൽ ബന്ധുക്കളല്ലാത്തവരോ ഏതെങ്കിലും ഒരു മനുഷ്യനെ തനിക്ക് യാഗം അർപ്പിക്കണമെന്ന് യഹോവ എവിടെയെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇസ്രായേൽ ജനത്തോട് എപ്പോഴെങ്കിലും ദൈവം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, നരബലി നടത്തിക്കൊണ്ട് തന്നെ സേവിക്കാനേ പാടില്ല എന്ന് വളരെ വ്യക്തമായി യഹോവയായ ദൈവം ന്യായപ്രമാണത്തിൽ കൂടി ഇസ്രായേലിന് കൽപ്പന നൽകിയിട്ടുമുണ്ട്. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ തൻ്റെ പ്രവാചകനായ മോശ മുഖാന്തരം യഹോവയായ ദൈവം ഇസ്രായേലിന് നൽകുന്ന ന്യായപ്രമാണത്തിൽ വളരെ വ്യക്തമായി തന്നെ വിലക്കിയിരിക്കുന്ന ഒന്നാണ് നരബലി. ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്തുള്ള ജാതികളെ നിന്റെ ദൈവമായ യഹോവ നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളയുമ്പോഴും നീ അവരെ നീക്കിക്കളഞ്ഞ് അവരുടെ ദേശത്ത് പാർക്കുമ്പോഴും അവർ നിന്റെ മുമ്പിൽ നിന്ന് നശിച്ച ശേഷം നീ അവരുടെ നടപടി അനുസരിച്ച് കെണിയിൽ അകപ്പെടുകയും ഈ ജാതികൾ തങ്ങളുടെ ദേവന്മാരെ സേവിച്ച വിധം ഞാനും ചെയ്യുമെന്ന് പറഞ്ഞ് അവരുടെ ദേവന്മാരെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളണം. നിന്റെ ദൈവമായ യഹോവയെ അങ്ങനെ സേവിക്കേണ്ടതല്ല. യഹോവ വെറുക്കുന്ന സകല മ്ലേച്ഛതയും അവർ തങ്ങളുടെ ദേവപൂജയിൽ ചെയ്ത് തങ്ങളുടെ പുത്രീപുത്രന്മാരെ പോലും അവർ തങ്ങളുടെ ദേവന്മാർക്ക് അഗ്നിപ്രവേശം ചെയ്യിച്ചുവല്ലോ. ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ദൈവം ഇവിടെ വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയെ അങ്ങനെ സേവിക്കേണ്ടതല്ല. എങ്ങനെ? ആ ദേവീദേവന്മാരുടെ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന ദേവപൂജയിലെ കാര്യങ്ങളെല്ലാം യഹോവ വെറുക്കുന്ന മ്ലേച്ഛതയാണ്. ആ മ്ലേച്ഛതയിൽ ഒന്ന് ദൈവം അവിടെ എടുത്തു പറയുന്നുണ്ട്. തങ്ങളുടെ പുത്രീപുത്രന്മാരെ പോലും അവർ തങ്ങളുടെ ദേവന്മാർക്ക് വേണ്ടി അഗ്നിപ്രവേശം ചെയ്യിക്കുന്നു എന്നാണ് ദൈവം പറഞ്ഞത്. അപ്പം നിങ്ങൾ യഹോവയെ അങ്ങനെ സേവിക്കാൻ പാടില്ല എന്ന് എടുത്തു പറയുകയാണ് ഇസ്രായേൽ ജനത്തോട്. ഈ അഗ്നിപ്രവേശം എന്ന് പറഞ്ഞ് എന്താണെന്ന് മനസ്സിലായോ? അഗ്നിപ്രവേശം എന്ന് പറയുന്നത് കനാന്യർ ആരാധിച്ചിരുന്ന മോലേക്ക് എന്ന ഒരു ദേവനുണ്ടായിരുന്നു. ഈ മോലേക്ക് സംപ്രീതനായിരുന്നത് നരബലിയിലാണ്. അതും 1 വയസ്സിൽ താഴെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളുടെ നരബലിയാണ് മോലേക്ക് ആഗ്രഹിച്ചിരുന്നത്. കൈകൾ രണ്ടും മുന്നോട്ടിങ്ങനെ നീട്ടി വിടർത്തി പിടിച്ച് നിൽക്കുന്ന ഈ ദേവൻ്റെ 10-15 അടി വലുപ്പമുള്ള ഉള്ളു പൊള്ളയായ ലോഹവിഗ്രഹമുണ്ടാക്കി അതിനകത്തും പുറത്തും മരം നിറച്ച് തീ കൊടുത്ത് വിഗ്രഹത്തെ ചുട്ടുപഴുപ്പിക്കും. ഇങ്ങനെ ഈ വിഗ്രഹത്തെ ചുട്ടുപഴുപ്പിച്ചതിന് ശേഷം വിഗ്രഹത്തിനടുത്തുള്ള ഒരു തട്ടിയിൽ കയറി നിന്ന് തങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളെ മോലേക്കിൻ്റെ ചുട്ടുപഴുത്ത കൈകളിലേക്ക് അവർ ഇട്ടുകൊടുക്കും. മോലേക്കിൻ്റെ കൈകളിൽ വീഴുന്ന കുഞ്ഞുങ്ങൾ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് കരിക്കട്ടയായി മാറുകയും ചെയ്യും. ഈ കൊടും ക്രൂരതയ്ക്കാണ് അഗ്നിപ്രവേശം ചെയ്യിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം പറയുകയാണ്, ആ നാട്ടിലുള്ള ജനങ്ങൾ അവരുടെ ദേവീദേവന്മാരെ പ്രസാദിപ്പിക്കേണ്ടതിന് മോലേക്കിന് വേണ്ടിയിട്ട് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ആണ്. എന്നാൽ മറ്റ് ദേവീദേവന്മാരുണ്ട്. കനാൻ നാട്ടിലെ മറ്റ് ദേവീദേവന്മാരെ നമ്മൾ നോക്കിയാൽ അവയെല്ലാം ഇതേപോലെ ഭൂരിഭാഗം പേരും മനുഷ്യരക്തം ആവശ്യപ്പെട്ടിരുന്നവരായിരുന്നു. അവയുടെ മുമ്പാകെ നരബലി സർവ്വസാധാരണമായി നടത്തിയിരുന്നു. അതിപ്പോൾ ഈ 1 വയസ്സിൽ താഴെയുള്ള കൊച്ചു കുഞ്ഞാകണമെന്നില്ല, വലിയ ആളുകളെയൊക്കെ, മക്കൾ തന്നെ ആയിരിക്കാം, വലിയതാകാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നരബലി, ഇതൊക്കെ അവിടെ സർവ്വസാധാരണമായിരുന്നു. അതുകൊണ്ടാണ് യഹോവയായ ദൈവം അന്യദൈവങ്ങളെ ആരാധിക്കരുതെന്ന് ഇസ്രായേൽ മക്കളോട് അമർച്ചയായി തന്നെ കൽപ്പിച്ചത്. എന്നിട്ടും പിൽക്കാലത്ത് ഇസ്രായേലിലെ രാജാക്കന്മാരടക്കമുള്ളവർ ഈ മ്ലേച്ഛകൃത്യം ചെയ്തിരുന്നു. ദൈവം കനാന്യരെ നിങ്ങൾ ഉന്മൂലനാശം വരുത്തണമെന്ന് പറഞ്ഞിരുന്നു. ഒരെണ്ണത്തിനെ പോലും ശേഷിക്കാതെ എല്ലാവരെയും നശിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. ഇസ്രായേൽ ജനം അത് ചെയ്തില്ല. കനാന്യരെ അവിടെ ജീവിക്കാൻ അനുവദിച്ചു. അനന്തരഫലം എന്താണ്? കനാന്യർ ഈ മ്ലേച്ഛതയെ തന്നെ തുടരുകയും ആ മ്ലേച്ഛത ഇസ്രായേൽ ജനം കണ്ടുപിടിക്കുകയും അവരിതിൻ്റെ പുറകെ പോവുകയും ചെയ്തു. രാജാക്കന്മാർ വരെ ബൈബിളിൽ വളരെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന തലയെടുപ്പുള്ള ഒരു രാജാവാണ് സോളമൻ ഇംഗ്ലീഷിൽ പറയുന്നത്. ആ ശലോമോൻ പോലും ഇങ്ങനെയുള്ള മ്ലേച്ഛകൃത്യത്തിൽ അവസാന കാലത്ത് ചെന്ന് പെട്ടതായിട്ട് ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാനത് വായിക്കാം. അന്ന് ശലോമോൻ യെരുശലേമിനെതിരെയുള്ള മലയിൽ മോവാബ്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ കെമോശിനും അമ്മോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മോലേക്കിനും ഓരോ പൂജാഗിരി പണിതു. തങ്ങളുടെ ദേവന്മാർക്ക് ധൂപം കാട്ടിയും ബലി കഴിച്ചും പോന്ന അന്യജാതിക്കാരത്തികളായ സകല ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ ചെയ്തു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായം 7-8 വാക്യങ്ങൾ. യഹൂദയിൽ യോശിയാവ് രാജാവായിരിക്കുമ്പോൾ നടത്തിയ ശുദ്ധീകരണത്തിൽ ഈ മോലേക്കിൻ്റെ ദഹനസ്ഥലത്തെ അശുദ്ധമാക്കിയതായി നാം വായിക്കുന്നുണ്ട്.
അതായത് ശലോമോന് ശേഷം വന്ന യോശിയാവ് എന്ന് പറയുന്ന രാജാവ് അതെല്ലാം തകർത്ത് കളഞ്ഞ് ശുദ്ധീകരിക്കുകയുണ്ടായി. ഞാനത് വായിക്കാം. ആരും തൻ്റെ മകനെയോ മകളെയോ മോലേക്കിന് അഗ്നിപ്രവേശം ചെയ്യാതിരിക്കേണ്ടതിന് ബെൻഹിന്നോം താഴ്വരയിലെ ദഹന സ്ഥലവും അവൻ അശുദ്ധമാക്കി. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. എന്നാൽ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ശുദ്ധീകരണം ഒരിക്കലും ഉണ്ടായില്ല. ഇവിടെ ഞാൻ ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രം അറിയണം. ഇസ്രായേൽ എന്ന് പറയുന്ന ഒറ്റ രാജ്യമായിട്ടാണ് ആദ്യം ഉണ്ടായിരുന്നത്. ആ ഒറ്റ രാജ്യം പിന്നീട് ശലോമോൻ്റെ മകൻ രഹബയാം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആഭ്യന്തര വിപ്ലവം ഉണ്ടാവുകയും വിഭജിക്കപ്പെടുകയും ചെയ്തു. രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെട്ടു. 10 ഗോത്രങ്ങളടങ്ങുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന വടക്കേ രാജ്യം, 2 ഗോത്രങ്ങളടങ്ങുന്ന തെക്കേ രാജ്യം. 2 ഗോത്രം എന്ന് പറയുന്നത് യഹൂദയും ബെന്യാമീനും. ഇങ്ങനെ യഹൂദ ബെന്യാമീൻ എന്ന് പറയുന്ന 2 ഗോത്രം. പിന്നെ അവിടെ ലേവ്യരും ഉണ്ട്. ലേവ്യർ പിന്നെ എല്ലായിടത്തും ഉണ്ട്, അവിടെയുണ്ട് ഇവിടെയുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ഇന്നൊരു പ്രദേശത്ത് അവകാശം കൊടുത്തിട്ടുള്ള എല്ലാ ഇസ്രായേലിന് മുഴുവൻ ചിതറി പാർക്കുകയാണ്. അപ്പോൾ ഈ 2 ഗോത്രങ്ങളുള്ള യഹൂദയും, ഈ യഹൂദയിലെ രാജാവായ യോശിയാവാണ് ഈ ശുദ്ധീകരണം നടത്തിയത്. എന്നാൽ ഇസ്രായേൽ 10 ഗോത്രങ്ങളടക്കുന്ന വടക്കേ രാജ്യമായ ഇസ്രായേലിൽ അങ്ങനെ ഒരു ശുദ്ധീകരണം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവിടെയുള്ള എല്ലാ രാജാക്കന്മാരും ഏറ്റവും അധപ്പതിച്ച അവസ്ഥയിൽ തന്നെയാണ് പോയിരുന്നത്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഇസ്രായേൽ രാജ്യത്തെ ന്യായം വിധിച്ച് തൻ്റെ സന്നിധിയിൽ നിന്ന് ഈ 10 ഗോത്രങ്ങളെ നീക്കിക്കളഞ്ഞു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണാം. ഞാനത് വായിക്കാം. അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളൊക്കെയും ഉപേക്ഷിച്ചു കളഞ്ഞു. തങ്ങൾക്ക് 2 കാളക്കുട്ടികളുടെ വിഗ്രഹങ്ങൾ വാർപ്പിച്ച് അശേരാ പ്രതിഷ്ഠയും ഉണ്ടാക്കി. ആകാശത്തിലെ സർവ്വസൈന്യത്തെയും നമസ്കരിച്ച് ബാലിനെയും സേവിച്ചു പോന്നു. അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിപ്രവേശം ചെയ്യിച്ച് പ്രശ്നവും ആഭിചാരവും പ്രയോഗിച്ച് യഹോവയെ കോപിപ്പിക്കേണ്ടതിന് അവന് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തങ്ങളെ തന്നെ വിറ്റുകളഞ്ഞു. അതുനിമിത്തം യഹോവ ഇസ്രായേലിനോട് ഏറ്റവും കോപിച്ചു. അവരെ തൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. യഹൂദ ഗോത്രം മാത്രമല്ലാതെ ആരും ശേഷിച്ചില്ല. 2 രാജാക്കന്മാർ 17-ന്റെ 16 മുതൽ 18 വരെ. ഇസ്രായേലിൽ നിന്ന് ഈ 10 ഗോത്രങ്ങളെ അശൂർ സൈന്യം വന്ന് അടിമകളായി പിടിച്ചുകൊണ്ടുപോയതിന് ശേഷം അശൂർ രാജാവ് മറ്റു ചില രാജ്യങ്ങളിൽ നിന്ന്, അതായത് ബാബേൽ, കൂഥ, അവ്വ, ഹമാത്ത്, സെഫർവയീം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ഇസ്രായേൽ മക്കൾക്ക് പകരം ശമരിയ പട്ടണങ്ങളിൽ കുടിപാർപ്പിച്ചു. അവർ ശമരിയ കൈവശമാക്കി അതിൻ്റെ പട്ടണങ്ങളിൽ പാർത്തുവെന്ന് 2 രാജാക്കന്മാർ 17-ന്റെ 24 കാണാം. ഇങ്ങനെ വന്നവർ താന്താങ്ങളുടെ ദേവന്മാരെ പൂജിക്കുകയും മക്കളെ അഗ്നിപ്രവേശം ചെയ്യിക്കുകയും ചെയ്തു എന്ന് ബൈബിളിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: അതത് ജാതി താന്താൻ്റെ ദേവന്മാരെ ഉണ്ടാക്കി. ഓരോ ജാതി പാർത്തു വന്ന പട്ടണങ്ങളിൽ ശമര്യർ ഉണ്ടാക്കിയിരുന്ന പൂജാഗിരി ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചു. ബാബേൽക്കാർ സുക്കോത്ത് ബനോത്തിനെ ഉണ്ടാക്കി. കൂഥക്കാർ നേർഗാലിനെ ഉണ്ടാക്കി. ഹമോത്തുകാർ അശീമയെ ഉണ്ടാക്കി. ഔവക്കാർ നിബ്ഹസിനെയും തർത്തക്കിനെയും ഉണ്ടാക്കി. സെഫർവക്കാർ സെഫർവയീം ദേവനായ അദ്രമേലക്കിനും അനമേലക്കിനും തങ്ങളുടെ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിച്ചു. 2 രാജാക്കന്മാർ 17-29 മുതൽ 31 വരെ. ഇപ്പം ഇതിനൊന്നിലും യഹോവയ്ക്ക് പങ്കില്ല. യഹോവ നിരോധിച്ചിരിക്കുന്ന സംഭവമാണിത്. യഹോവ നിരോധിച്ചിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ യഹോവ പറയാത്ത കാര്യം ഇസ്രായേലിലും യഹൂദയിലും ഉള്ളവർ ചെയ്യുകയാണ് ഉണ്ടായത്. കനാന്യരെ നിങ്ങൾ ഉന്മൂലനാശം വരുത്തണമെന്ന് യഹോവ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇതാണ്. കനാന്യരെ നിങ്ങൾ ഉന്മൂലനാശം ചെയ്തില്ലെങ്കിൽ അവരുടെ മ്ലേച്ഛതകൾ നിങ്ങൾ കണ്ടുപിടിക്കും, നിങ്ങൾ അവരെ അനുകരിക്കും, അവസാനം അത് നിങ്ങളെ നാശത്തിൽ കൊണ്ടെത്തിക്കും. അവരുടെ ഈ ദേവപൂജയിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് നിങ്ങൾക്കൊരു കെണിയായി തീരുമെന്ന് ദൈവം വളരെ മുമ്പേ തന്നെ, ആദ്യമേ തന്നെ ഇവർ മരുഭൂമിയിൽ അലഞ്ഞു വരുന്ന സമയത്ത്, ആ 40 വർഷം അലയുന്ന സമയത്ത് തന്നെ ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ദൈവം അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ ഇസ്രായേൽ ജനം ആ കൽപ്പന അനുസരിച്ചില്ല. യഹൂദ രാജ്യത്തുള്ളവരും മോലേക്കിന് തങ്ങളുടെ മക്കളെ ബലിയർപ്പിച്ചിരുന്നു. യിരെമ്യാ പ്രവാചകനോട് ദൈവം അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. യിരെമ്യാവ് യോശിയാവിൻ്റെ സമകാലീനനായ ആളാണ്. അപ്പോൾ യോശിയാവിനേക്കാളും മുമ്പേ തന്നെ യിരെമ്യാവ് പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ യോശിയാവ് ഈ ശുദ്ധീകരണം വരുന്നതിന് മുമ്പുള്ള സമയത്താണ് ദൈവം ഇത് പറയുന്നത്. ഇതിങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്: എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തെ അശുദ്ധമാക്കുവാൻ തക്കവണ്ണം അവർ അതിൽ മ്ലേച്ഛ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു. മോലേക്കിന് തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ദഹിപ്പിക്കേണ്ടതിന് അവർ ബെൻഹിന്നോം താഴ്വരയിൽ ബാലിൻ്റെ പൂജാഗിരികളെ പണിതു. ഈ മ്ലേച്ഛതകളെ പ്രവർത്തിച്ച് യഹൂദയെ കൊണ്ട് പാപം ചെയ്യിപ്പാൻ ഞാൻ അവരോട് കൽപ്പിച്ചിട്ടില്ല, എൻ്റെ മനസ്സിൽ അത് തോന്നിയിട്ടുമില്ല. യിരെമ്യാവ് 32:35. അപ്പോൾ യഹോവ കൽപ്പിച്ചിട്ടില്ലാത്ത, യഹോവയുടെ മനസ്സിൽ തോന്നിയിട്ട് പോലുമില്ലാത്ത കാര്യമാണ് നരബലി എന്ന് പറയുന്നത്. നരബലി നടത്തിയതിൻ്റെ പേരിൽ
കനാന്യരെ യഹോവ ശിക്ഷിച്ചിട്ടുണ്ട്, ഇസ്രായേലിനെ ശിക്ഷിച്ചിട്ടുണ്ട്, യഹൂദിരെയും ശിക്ഷിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ യഹോവ മുഖം നോക്കിയിട്ടേ ഇല്ല. മുഖപക്ഷം കൂടാതെ യഹോവ ശിക്ഷ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ നരബലി എന്നുള്ള വിഷയത്തിൽ ഇസ്രായേൽ എന്നോ യഹൂദയെന്നോ ജാതികളെന്നുള്ള വ്യത്യാസമില്ലാതെ ദൈവം ശിക്ഷിച്ചിട്ടുണ്ട്. ആ ജനതയെ, വ്യക്തിയുടെ കാര്യമല്ല, ഒരു വ്യക്തി ചെയ്തതിനെ ശിക്ഷിക്കുന്നതല്ല, ഒരു ജനത ഒന്നടങ്കം ആ പാപത്തിലേക്ക് പോയപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കാതിരുന്നിട്ടില്ല. മുഖപക്ഷം കൂടാതെ എല്ലാവരെയും ശിക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. ഈ ബുദ്ധിയും ബോധവും ഇല്ലാത്ത നാസ്തികർ അത് ഈ നരബലിയൊക്കെ യഹോവയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നത്. യഹോവ നരബലി കൊടുക്കാൻ പറഞ്ഞതിൻ്റെ പേരിലാണ് ആന്ധ്രയിലുള്ള മാതാപിതാക്കൾ, കോളേജ് അധ്യാപകരായ മാതാപിതാക്കൾ അവരുടെ മക്കളെ കൊന്നതെന്നും, പിന്നെ പാലക്കാട്ടത്തെ ഷാഹിദ എന്ന് പറയുന്ന മദ്രസാധ്യാപിക അവരുടെ പിഞ്ചു കുഞ്ഞിനെ കഴുത്തറുത്ത് വന്നതൊക്കെ ഇതിൻ്റെ സ്രോതസ് അവിടെയാണ് കിടക്കുന്നത്. അതായത് ഇവർ ഖുർആൻ അനുസരിച്ചാണ് ഷാഹിദ ഇത് ചെയ്തതെന്ന് വരികിലും ഖുർആൻ ഇത് ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതായതുകൊണ്ട് ബൈബിളിലുള്ളതാണ് ഇതിൻ്റെ സ്രോതസ്. യഹോവ നരബലി ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇതൊക്കെ ഇവർ മറ്റു മനുഷ്യരൊക്കെ ചെയ്യുന്നതെന്നാണ് ഇവർ പറയുന്നത്. വാസ്തവത്തിൽ യഹോവ നരബലിയെ നിഷേധിക്കുകയാണ്. ഒരു കാരണവശാലും ചെയ്യരുത്. കൃത്യമായ കൽപ്പനയുണ്ട്. നിങ്ങൾ യഹോവയെ അങ്ങനെ സേവിക്കാൻ പാടില്ല എന്ന് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള മറ്റ് ജാതീയ ദേവന്മാർ നരബലി ആവശ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ജാതീയ ദേവന്മാരെ ആരാധിക്കുന്ന ആളുകൾ തങ്ങളുടെ മക്കളെയും മറ്റുമൊക്കെ കൊണ്ടുപോയി അവിടെ നരബലി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ യഹോവയായ ദൈവം വളരെ വ്യക്തമായിട്ട് തന്നെ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, എന്നെ നിങ്ങൾ അങ്ങനെ സേവിക്കാൻ പാടില്ല, ഞാൻ യഹോവയാകുന്നു, ഞാൻ അവരിൽപ്പെട്ടവനല്ല. നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങൾ വിട്ടിട്ട് പോന്ന ഈജിപ്റ്റ് ഉണ്ടല്ലോ, ഈജിപ്റ്റിലെ ആ ദേവീദേവന്മാരുണ്ടല്ലോ, അങ്ങനെയുള്ള ദേവനല്ല ഞാൻ. ഇനി നിങ്ങൾ ചെല്ലാൻ പോകുന്ന കനാൻ ദേശത്തിലെ ദേവീദേവന്മാരുണ്ടല്ലോ, അതുപോലെയുള്ള ഒരു ദൈവവുമല്ല ഞാൻ യഹോവയാകുന്നു. ആവർത്തിച്ച് ഈ വാക്യം കാണാം. നിങ്ങൾ ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം നോക്കുമ്പോൾ ഞാൻ യഹോവയാകുന്നു. ഏതെങ്കിലും ശുദ്ധിയും അശുദ്ധിയെയും കുറിച്ച് പറയുമ്പോൾ ആവർത്തിച്ച് ദൈവം പറയുകയാണ്, ഞാൻ യഹോവയാകുന്നു. ചെയ്യരുതാത്തതോ ചെയ്യേണ്ടതോ ആയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളിത് ചെയ്യരുത്, അത് പറഞ്ഞിട്ട് പറയണം ഞാൻ യഹോവയാകുന്നു. നിങ്ങളിത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പറയണം ഞാൻ യഹോവയാകുന്നു. ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്തൊക്കെ എനിക്കിത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. എന്തിനും ഒരു വാക്യം ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് ഞാൻ യഹോവയാകുന്നു. ഇത് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് എനിക്കത് മനസ്സിലാകുന്നത്. ഞാൻ യഹോവയാകുന്നു എന്ന് ദൈവം അവിടെ പറയുന്നതിൻ്റെ സാരം ഇതാണ്, നിങ്ങൾക്ക് പരിചയമുള്ള മറ്റ് ദൈവങ്ങളെ പോലെയല്ല, നിങ്ങൾക്ക് പരിചയമുള്ള മറ്റ് ദൈവങ്ങളെ പോലെയല്ല ഞാൻ യഹോവയാണ്, എന്നെ ഇങ്ങനെയല്ല നിങ്ങൾ സേവിക്കേണ്ടത്. അപ്പോൾ ഇത്ര കൃത്യമായിട്ട് നരബലിയെ നിരോധിച്ചുകൊണ്ട് കൽപ്പന തന്നെ യഹോവ കൊടുത്തിരിക്കേ ഈ ബുദ്ധിയും ബോധവും വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത നാസ്തികന്മാർ പറയുകയാണ് ഇതൊക്കെ ബൈബിളിൽ നിന്നാണ്, ഇത് ബൈബിളാണ് ഇതിൻ്റെ സ്രോതസ്, ബൈബിളിൽ നിന്നാണ് ഈ നരബലിയൊക്കെ വന്നതെന്ന്. എന്ത് പറയാനാണ് ഇവന്മാരെ കുറിച്ച്? എന്ത് പറയാനാണ്? അപ്പം ഞാനിത് പറയുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയമുണ്ട്, എനിക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ ആ ചോദ്യം വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് യഹോവ അബ്രഹാമിനോട് തൻ്റെ മകനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ പറഞ്ഞത്? ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് ആ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അബ്രഹാമിനോട് യഹോവയായ ദൈവം പറയുകയാണ്, നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ നീ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം അർപ്പിക്കണം എന്ന് വ്യക്തമായിട്ട് യഹോവയായ ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചല്ലോ. അപ്പോൾ യഹോവ നരബലി ആഗ്രഹിക്കാത്തൊരു ദൈവമാണെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൽപ്പന കൊടുത്തത്? സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉള്ളിൽ വരുന്നൊരു സംശയമാണ്, എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ സംശയത്തിൻ്റെ ഉത്തരം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിയുമ്പോൾ വീഡിയോയുടെ ദൈർഘ്യം കൂടും, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് അടുത്ത വീഡിയോയിലാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഇതൊരു വീഡിയോ പരമ്പരയാണ്, 3 വീഡിയോകളുണ്ടാവും. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ വിഷയത്തിനുള്ള മറുപടി നോക്കാം. എന്തായാലും ആ വീഡിയോയുമായി വരുന്നത് വരെ നമ്മളെല്ലാവരെയും സർവശക്തനായ ദൈവം കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.